എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫീച്ചർ കണ്ടു, ആർട്ടിക്കിൾ കണ്ടു. ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ കാണാവുന്നതാണ്, പ്രിൻ്റ് മീഡിയയിൽ കൂടുതലായിട്ട് കാണാവുന്നതാണ്. മാഗസീനുകളിലൊക്കെ കൂടുതലായിട്ട് ഫീച്ചർ സ്റ്റോറികൾ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പറിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2.5 എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭാഗം പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കേട്ടോ, ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് മുൻപ് പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവാതിരിക്കാനോ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ വരില്ല. കാരണം നമ്മളിത് ഓൾറെഡി പഠിച്ച സാധനങ്ങളാണ്. ഞാനിത് വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. കാരണം അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജേർണലിസത്തിൻ്റെ ക്ലാസ്സുകളിൽ ഞാനിത് ആവർത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു വേറെ സബ്ജക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ന്യൂസ് പേപ്പർ റൈറ്റിംഗ്. ഫസ്റ്റ് വൺ, എഡിറ്റോറിയൽസ്. എഡിറ്റോറിയൽ ഇല്ലാത്ത പത്രങ്ങളുണ്ടാവില്ല. നിങ്ങൾ ഏത് പത്രം എടുത്ത് നോക്കിക്കോളൂ, നടുവിലത്തെ പേജിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സാധാരണഗതിയിൽ മാതൃഭൂമി, മനോരമ, അതുപോലെ തന്നെ ദേശാഭിമാനി തുടങ്ങിയ മലയാളം പത്രങ്ങളൊക്കെ തന്നെ അവരുടെ എഡിറ്റോറിയൽ നടുവിലെ പേജിലെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുക്കുക. അതും ഒരൊറ്റ സ്ട്രൈറ്റ് കോളത്തിലായിട്ട്, ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് കോളത്തിലായിട്ട് ആ പേജിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം കവർ ചെയ്തിട്ടായിരിക്കും അവർ എഡിറ്റോറിയൽ കൊടുക്കുക. പിന്നെ മനോരമയ്ക്ക് 100 വർഷം മുൻപത്തെ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വാർത്ത ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ കാഴ്ചപ്പാട് പോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവർ ആ പേജ് അല്ലെങ്കിൽ ആ ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പുറത്ത് പിന്നെ ഫീച്ചറുകളും ആർട്ടിക്കിളുകളൊക്കെ ഇപ്പുറത്തെ പേജിലും അതിൻ്റെ ഓപ്പോസിറ്റ് പേജിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്ന് എഡിറ്റോറിയൽ, മറ്റൊന്ന് ഒപ്പഡ് പീസ്. വാട്ട് ഈസ് മീൻ ബൈ ഒപ്പഡ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പോസിറ്റ് ഓഫ് ദി എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ പേജിൻ്റെ ഓപ്പോസിറ്റുള്ള പേജിനെയാണ് ഒപ്പഡ് പേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഒപ്പഡ് പീസ് എന്ന് വിളിക്കുക. അപ്പം അത് എന്താണെന്നും അതിനെ എത്രത്തോളം പ്രാധാന്യം പേപ്പറിനകത്ത് കിട്ടുന്നുണ്ടെന്നും, യഥാർത്ഥത്തിൽ അത് ആരും വായിക്കുന്നുണ്ടാവില്ല. എഡിറ്റോറിയൽ പേജിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള, ഇപ്പം ഇങ്ങനെ ആയിരിക്കുമല്ലോ, പേപ്പർ മടക്കി വെച്ചാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, പേപ്പർ നിവർത്തി ഈ സൈഡിൽ എഡിറ്റോറിയൽ കാണുന്നു. ഈ എഡിറ്റോറിയലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള പേജിനെയാണ് ഒപ്പഡ് പേജ് എന്ന് വിളിക്കുന്നത്. അവിടെ വലിയ ആർട്ടിക്കിളുകളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്തോ ഭാഗ്യം കൊണ്ട് ഒരാളും അത് വായിച്ചു നോക്കില്ല. ഇത് സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടാണ്. വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരെ പ്രതിനിധീകരിക്കുന്ന ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ആയിരിക്കും ചിലപ്പോൾ ഒപ്പഡ് പീസ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് അവർക്കത് വായിച്ച് നോക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും. നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ സാമ്പത്തിക രംഗത്ത് ഉയർച്ച താഴ്ചകൾ എന്നൊരു ആർട്ടിക്കിൾ വന്നാൽ പിന്നെ നമ്മൾ ടാറ്റയും ബിർളയൊക്കെയാണല്ലോ വ്യവസായ രംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടായ മാറ്റം കണ്ടെത്തി അതിനെതിരെ പ്രതികരിക്കാൻ. നമുക്കതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്തിനു നമ്മളതിന് പിന്നാലെ പോകേണ്ട കാര്യം? അതുപോലെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള, ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം വിഭാഗം UDFുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞ് LDFിലേക്ക് പോകും. പുതുരാഷ്ട്രീയത്തിൻ്റെ കുതിരക്കച്ചവടങ്ങൾ എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ തീരുമാനിച്ചാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം ഇത്ര കാലം എന്തായിരുന്നു,
ഇനി എന്തിലേക്കാണ് അദ്ദേഹം വഴിമാറാനായിട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ എത്ര പേര് വായിക്കും? രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയ സാമൂഹിക ഇടപെടൽ നടത്തുന്ന വ്യക്തികളല്ലാതെ ഒരാളും ഇത് വായിച്ചു നോക്കില്ല. അപ്പം അതൊരു വലിയ പോരായ്മയാണ്. കാരണം ഈ പേജിലെ വളരെ മർമ്മപ്രധാനമായിട്ട് കൈകാര്യം ചെയ്തൊരു വിഷയം ശ്രദ്ധിക്കാനോ അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ ആളുകൾ തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറാവാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാച്ചുറലി അതിൻ്റെ പ്രാധാന്യവും കുറയും ചെയ്യും. ഒപ്പം തന്നെ പതിയെ പതിയെ അത് കാലക്രമത്തിൽ ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മളാരും വായിക്കാതിരുന്നിട്ടും ഇപ്പോഴും ഒപ്പഡ് പീസ് കൃത്യമായിട്ട് മനോരമയായാലും മാതൃഭൂമിയായാലും എല്ലാവരും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു? അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഒരു ചെറിയ സമൂഹം മാത്രമേ വായിക്കാത്തുള്ളൂ. പത്രവായന സീരിയസ് ആയിട്ട് എടുക്കുന്ന, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളൊക്കെ അത് വായിച്ചു. കാരണം അവർക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് ഏതെങ്കിലും ഒരു വേദിയിൽ സംസാരിക്കാനോ പിന്നീട് ഏതെങ്കിലും ഒരു ചർച്ചയിൽ ചില വാദമുഖങ്ങൾ ഉന്നയിക്കാനോ ഒക്കെ അത് ഉപകാരപ്രദമായിട്ട് തീരും. പിന്നീട് അത് ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ. ഇന്നിപ്പോൾ മിക്ക പത്രങ്ങളും മറന്നുപോയൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ദി ഹിന്ദു പോലെയുള്ള വളരെ പോപ്പുലറായിട്ടുള്ള പത്രങ്ങളൊക്കെ തന്നെ അവരുടെ എല്ലാ ദിവസത്തെയും പത്രത്തിൻ്റെ ഒരു കോളം മാറ്റിവെക്കും, ലെറ്റർ ടു ദ എഡിറ്റർ. കാരണം വായനക്കാരന് എഡിറ്ററോട് എന്താണ് പറയാനുള്ളതെന്നുള്ളതിന് ഹിന്ദു നല്ല പ്രാധാന്യം കൊടുക്കുന്നു. മലയാള മനോരമയിൽ കാണും ഇടയ്ക്ക്, എല്ലാ ദിവസവും ഇല്ല, പത്രാധിപർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകൻ്റെ കത്തുകളും പ്രേക്ഷകൻ കോട്ട് ചെയ്ത പ്രശ്നങ്ങളൊക്കെ കാണിക്കും. പക്ഷെ മനോരമയ്ക്കൊരു കണ്ടിന്യൂസ് ഇല്ല. എല്ലാ ദിവസവും അത് ആ പർട്ടിക്കുലർ ഭാഗത്ത് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. സാധാരണഗതിയിൽ എഡിറ്റോറിയൽ പേജിൽ തന്നെയാണ് വരേണ്ടത്. ഇതിന് പത്രാധിപർ മറുപടി കൊടുക്കൂട്ടോ. നിങ്ങളിപ്പോൾ ഒരു കാര്യം ഉന്നയിച്ചു, അന്ന് ഏതെങ്കിലും ഒരു ഡേറ്റിൽ 10/10/2020 നിങ്ങളുടെ പത്രത്തിൽ പബ്ലിഷ് ചെയ്ത പീഡന കേസിൽ ഇരയായ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പേര് പറഞ്ഞത് സാമൂഹിക നീതിക്ക് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പേര് പറഞ്ഞതിൽ പത്രം മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ പത്രാധിപർ അതിന് മറുപടി കൊടുക്കും. രണ്ട് രീതിയിൽ മറുപടി വരാം. ഓൾറെഡി വാർത്തകളിൽ പീഡനത്തിനിരയായ പെൺകുട്ടി നേരിട്ട് മൊഴി നൽകിയതുകൊണ്ട് പെൺകുട്ടിയുടെ പേരും വിശദാംശങ്ങളും പുറത്ത് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് ഉപയോഗിക്കുന്നതിൽ പത്രധർമ്മത്തിനെതിരായിട്ടൊന്നുമില്ല എന്ന് മനോരമയ്ക്ക് വേണമെങ്കിൽ പറയാം. രണ്ട് മനോരമയ്ക്ക് അത് ഏറ്റെടുക്കാം, കുറ്റം സമ്മതിക്കാം. മനോരമയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വലിയ വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഞങ്ങളതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ വാർത്ത കൊടുത്തതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റിപ്പോർട്ടറായാലും ആരായാലും അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് മനോരമയ്ക്ക് അത് ശാന്തമാക്കി വിടാനുള്ള സാഹചര്യമുണ്ട്. തെറ്റുപറ്റുമ്പോൾ പലപ്പോഴും പത്രങ്ങൾ തിരുത്താറുമുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ ഈ ഒബിച്വറി പേജ് ഉണ്ടായിരിക്കുമല്ലോ, ചരമ കോളത്തിൽ ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഫോട്ടോ
വല്ല പിടിച്ചുപറി മാലമോഷണം കേസിൽ പ്രതിയായ ആളുടെ ഫോട്ടോയായിരിക്കും. ചില സമയങ്ങളിൽ മരിച്ച ആളുടെ ഫോട്ടോ മോഷണക്കേസിലെ പ്രതിയുടെ ഫോട്ടോയോടെ വരും. ചില സമയങ്ങളിൽ ഇന്ന സ്ഥലത്ത് നിന്നുള്ള ഭാർഗവി അമ്മ കിണറ്റിൽ വീണ് മരിച്ചു, എന്നിട്ട് ഫോട്ടോ നിതിൻ എന്ന് പറഞ്ഞിട്ടൊരു ചക്കൻ്റെ. ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇങ്ങനെയും സംഭവിക്കും, പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചാൽ പിറ്റേ ദിവസത്തെ പത്രത്തിലോ വളരെ അടുത്ത ദിനങ്ങളിലോ ഉള്ള പത്രങ്ങളിലോ അതിനുള്ള എക്സ്പ്ലനേഷനോ ആ വാർത്ത തിരുത്തിക്കൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളോ കൊടുക്കാറുണ്ട്. ഇതൊരു നല്ല രീതിയാണ്, ഒരു എത്തിക്കൽ രീതിയാണ്. കാരണം തെറ്റ് പറ്റിയാൽ അത് തെറ്റ് അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറേ മറുപടികളായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് മനോരമ ഇങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് എഡിറ്റർക്ക് പറയാനുള്ള ന്യായീകരണങ്ങളായിരിക്കും പല ലെറ്റർ ടു ദ എഡിറ്ററിലെ കത്തുകൾക്കുള്ള മറുപടിയായിട്ട് കൊടുക്കാറ്. ഇനിയുള്ളത് ബുക്ക് റിവ്യൂസാണ്. ബുക്ക് റിവ്യൂസൊക്കെ ഇപ്പോഴത്തെ പത്രങ്ങൾക്ക് അത്ര വലിയൊരു പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. എങ്കിലും ചെറിയ രീതിയിലെങ്കിലും പുസ്തക പ്രകാശനം നടന്നു. സാഹിത്യ അക്കാദമി ഹാളിലാണ് നടന്നത്. പുതിയ നോവൽ ഇന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള നോവലായതുകൊണ്ട് തന്നെ അത് വായിക്കാൻ ഒത്തിരി പേർ തയ്യാറാവുകയും ഇന്ന ബുക്ക് സ്റ്റാളുകളിൽ സാധനം അവൈലബിൾ ആണെന്നുള്ളതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ചെറിയ രീതിയിൽ അതിന് കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ സപ്ലിമെൻ്ററി പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ കാഴ്ചവട്ടം അല്ലെങ്കിൽ ഞായറാഴ്ച, യുവ എന്നൊക്കെ പറയുന്ന പോലത്തെ സപ്ലിമെൻ്ററി പേപ്പറുകൾ ഓരോ ദിവസങ്ങളിൽ ഇറങ്ങുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആ സപ്ലിമെൻ്ററിയിലേക്ക് ഇത്തരത്തിലുള്ള ചിലപ്പോൾ ലെങ്തി ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും. ആ പുസ്തകത്തിന് A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂസ് ചിലപ്പോൾ വരും. പക്ഷെ അത് പലപ്പോഴും ഇത്തരത്തിലുള്ള സപ്ലിമെൻ്ററീസിലാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കാറ്. ദെൻ ഫിലിം റിവ്യൂ ഇഷ്ടം പോലെ സംഭവിക്കുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ സപ്ലിമെൻ്ററിയിൽ തന്നെയാണ് വരിക. നിങ്ങൾ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെ ഏറ്റവും ബാക്കിലെ പേജിൻ്റെ ലാസ്റ്റത്തെ ഒരു ഹാഫ് നോക്കിയാൽ കാണാം പുതിയ സിനിമകൾ. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, സിനിമയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. ഇന്ന ആൾ നായകനാകുന്ന ഇന്ന വ്യക്തിയുടെ നിർമ്മാണത്തിൽ ഇന്ന സംവിധായകൻ അണിയിച്ചൊരുക്കുന്ന പുതിയ സിനിമയുടെ നിർമ്മാണം അല്ലെങ്കിൽ പൂജ കഴിഞ്ഞു. സുരാജ്, സൈജു കുറുപ്പ്, നിവിൻ പോളി ഇങ്ങനെയുള്ള ആളുകളാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞു, എത്രയേ ഉള്ളൂ. പക്ഷെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ കഥാമൂല്യം, അതിൻ്റെ സംവിധാനം, അതിൻ്റെ ക്യാമറ, പ്രൊഡക്ഷൻ, ആർട്ട്, ക്രൂ ചെയ്തിട്ടുള്ള വർക്കുകൾ, ഇന്നത്തെ സമൂഹത്തിന് ആ സിനിമ നൽകുന്ന സന്ദേശം, അതെത്രത്തോളം ഇഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് വിശദമായിട്ടുള്ള പഠനം തയ്യാറാക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഫിലിം റിവ്യൂ എന്ന് പറയേണ്ടത്. അല്ലാതെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മോഹൻലാലിൻ്റെ പടമാണെങ്കിൽ അടുത്ത ലാലേട്ടൻ്റെ 100 കോടി ക്ലബിലേക്കുള്ള ചിത്രം, പ്രായം തളർത്താത്ത അഭിനയത്തിൻ്റെ മാസ്മരികതയുമായി വീണ്ടും മോഹൻലാൽ, ഇതൊക്കെ ചിലപ്പോൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ ആരാധന കൊണ്ടോ ആരെങ്കിലുമൊക്കെ എഴുതുന്നതായിരിക്കും. റിവ്യൂ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിരൂപണമായിരിക്കണം. അതിൽ വിമർശനവും ഉണ്ടായിരിക്കും, അതിൽ അഭിനന്ദനവും ഉണ്ടായിരിക്കും. ചില മേഖലകളെ വാനോളം ഉയർത്തേണ്ട ആവശ്യമുണ്ടായിരിക്കും. ചില മേഖലകൾ ആവശ്യത്തിനോ അല്ലെങ്കിൽ ആ സിനിമയുടെ മറ്റ് പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുന്ന രീതിയിലോ എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പം അത് എടുത്തു പറയും. ഇതാണ് റിവ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും. ദെൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളും പുറത്തു വരുന്നത് ഇൻ്റർവ്യൂവിലൂടെയാണ്. ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തു.
നാളെ അദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ വയ്ക്കും. ആ ഇൻ്റർവ്യൂവിൽ ബിനീഷ് പല കാര്യങ്ങളും പറയും. എന്നെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിച്ചു എന്നോ, അല്ലെങ്കിൽ ഞാനിതിൻ്റെ കണ്ണിയായിരുന്നില്ല, ചിലരുടെ ഗൂഢനീക്കങ്ങളാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ചിലപ്പോൾ മൊഴി നൽകി അല്ലെങ്കിൽ അഭിമുഖത്തിൽ പറഞ്ഞേക്കാം. അപ്പോൾ ഇൻ്റർവ്യൂസിന് ഭയങ്കര വലിയ പ്രാധാന്യമുണ്ട്. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ജോൺ ലൂക്കാസിൻ്റെ ഒരു നേരെ ചൊവ്വേ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അദ്ദേഹം അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ കുറിക്ക് കൊള്ളുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് ആൾ ചോദിക്കുക. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു സംവാദത്തിനൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ആ പേരിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അദ്ദേഹം ചോദിക്കുക. സാധാരണഗതിയിൽ സിനിമാ നടന്മാരെയാണ് കൂടുതലായിട്ടും ആ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ദിലീപ് വരുമ്പോൾ ദിലീപിന് നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അവിടെയുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എന്ന നടന് പറയാനുള്ളത് പറയാൻ ഒരു വേദി കിട്ടും. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ജനങ്ങളുടെ മുൻപിൽ തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ. പലപ്പോഴും പലരോടുമുള്ള വിദ്വേഷം പുറത്തു വരുന്നതും ഇതേ ഇൻ്റർവ്യൂകളിലൂടെ തന്നെയായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചാലക്കുടിക്കാരൻ ചങ്ങായി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള സിനിമ. ഈ സിനിമയിൽ മലയാള സിനിമയിലെ പല കഥാപാത്രങ്ങളും മണി എന്ന നടനോട് അല്ലെങ്കിൽ അല്പം കറുത്തുപോയി എന്നതിൻ്റെ പേരിൽ ഒരു കലാകാരനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുന്ന മലയാള സിനിമയുടെ വരേണ്യബോധത്തെ തുറന്നു കാണിച്ച സിനിമയാണ് ചാലക്കുടിക്കാരൻ ചങ്ങായി. താഴ്ന്ന ജാതിയിൽപ്പെട്ടതുകൊണ്ടോ നിറം കറുപ്പായതുകൊണ്ടോ അംഗീകരിക്കപ്പെടാതിരിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ഒരാളുടെ കഥയാണ്. അതിനകത്ത് മണിയുടെ സെക്രട്ടറി ഇന്നസെൻറ്റിനെ വിളിക്കുന്നതും പോലീസുമായിട്ടുള്ള പ്രശ്നം ഒതുക്കി തീർക്കണം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുണ്ടായ പ്രശ്നം ഒതുക്കി തീർക്കണമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ പ്രശ്നം ഒതുങ്ങി തീർന്നു കഴിയുമ്പോൾ അന്നത്തെ ADGP ആയിരുന്ന സെൻകുമാറാണ് ആ പറയുന്നത്, സ്ഫടികം ജോർജിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട് കലാഭവൻ മണിയോടായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത്. നേരെ മറിച്ച് ആ കാറിൽ മദ്യപിച്ചിട്ട് ആണെങ്കിലും അല്ലെങ്കിലും ഉണ്ടായിരുന്ന നടൻ മോഹൻലാലോ മമ്മൂട്ടിയോ ദിലീപോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊരു പ്രശ്നമേ ആവില്ലായിരുന്നു. ഇവൻ ഈ കർത്തോൻ ഇത്രയും വലിയ ആളായോ അല്ലെങ്കിൽ ഇത്രയും മികച്ചൊരാളാണോ എന്ന് അംഗീകരിക്കാനുള്ള സവർണ മേധാവിത്വത്തിനുള്ള മടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്ന് സെൻകുമാർ പറയുന്ന ഭാഗം വേറൊരു പേരും കൊടുത്ത് നമ്മളുടെ സ്ഫടികം ജോർജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ ആ സിനിമയിൽ ആ സീനിൽ കലാഭവൻ മണിയെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചെയ്യുന്ന ഇന്നച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രാജാ സാഹിബ് അദ്ദേഹം വിളിക്കുന്ന ഒരു സീനുണ്ട്. വിളിക്കുമ്പോൾ കലാഭവൻ മണി തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. നിങ്ങളെൻ്റെ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറയുകയും എന്നെ പലതരത്തിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടി ചാലക്കുടിയിൽ MP ആവാൻ മത്സരിച്ചപ്പോൾ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ ഒരു സീനുണ്ട്. യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയുന്ന ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കലാഭവൻ മണി മലയാള സിനിമയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു കറുത്ത വ്യക്തി, ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി, അപ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥ എടുത്തു കളയപ്പെട്ടു, ആ അയിത്തം പോലെയുള്ള അനാചാരങ്ങൾ നീക്കി എന്ന് പറയുമ്പോഴും
മലയാള സിനിമ പോലെ കഴിവിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു പ്രസ്ഥാനത്തിലും ജാതി ചിന്തയും വർഗീയപരമായിട്ടുള്ള ചിന്തകളുടെ അപ്രമാദിത്വവും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ലാണ്ടാവുന്നില്ല. അതാണ് നമുക്കിപ്പോൾ ആ സിനിമയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ റിവ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിരിക്കണം. യഥാർത്ഥത്തിൽ ഫിലിം റിവ്യൂസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം, ഇൻ്റർവ്യൂസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കിട്ടുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ന്യൂസ് പേപ്പറിൽ വേണ്ടത് എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2.5 ആണ് ന്യൂസ് പേപ്പർ റൈറ്റിങ്ങിന് നമ്പർ കൊടുത്തിരിക്കുന്നത്. ദെൻ 2.51 എഡിറ്റോറിയൽ, 2 op-ed പീസ്, 3 ലെറ്റർ ടു എഡിറ്റർ. അടുത്തത് 6 ആണ് അവർക്ക്. അവർ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. 4 ആണ് അവിടെ വരേണ്ടത്, അതിൻ്റെ അപ്പുറത്ത് വരേണ്ടത് 5 ആണ്. ദെൻ 6 ഇൻ്റർവ്യൂവിന് 6 നമ്പർ കൊടുക്കുക, എങ്കിൽ സംഭവം ശരിയാവുള്ളൂ. കാരണം അത് അവരുടെ നിന്ന് മിസ്സായി പോയതാണ്. എന്തോ എഴുതി എങ്ങനെയോ ചിന്തിച്ചു വന്നപ്പോൾ 1 2 3 4 അല്ല, അവിടെ 6 എടുക്കട്ടെ, അല്ലെങ്കിൽ 6 എഴുതി പോയിട്ടുണ്ടായിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. എന്തായാലും നിങ്ങൾ തിരുത്തുക. ആകെ 6 ഉള്ളൂ: എഡിറ്റോറിയൽ, op-ed പീസ്, ലെറ്റർ ടു എഡിറ്റർ, ബുക്ക് റിവ്യൂ, ഫിലിം റിവ്യൂ. ഇത്രയും. പിന്നെ ന്യൂസ്, ഫീച്ചർ, ആർട്ടിക്കിൾ അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇനി എങ്ങനെ എഡിറ്റോറിയൽ എഴുതണം, എന്താണ് എഡിറ്റോറിയലിൻ്റെ ഒരു രീതി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. One common feature found in all daily newspaper is the editorial page. The editor writes the analysis of major national and international news items. The editorial page reveals the newspaper's point of view. ഒരു ന്യൂസ് പേപ്പറിന് അന്നത്തെ ദിവസം പ്രസൻറ്റ് ഡേയിൽ സമൂഹത്തിനോട് പറയാനുള്ള, പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങളുടെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള വിശദീകരണമാണ്, വിശകലനമാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഈ എഡിറ്റോറിയൽ എല്ലാ ദിവസവും പത്രങ്ങൾ എഴുതും. എഡിറ്റോറിയൽ ഇല്ലാതെ പത്രം ഇറങ്ങില്ല. പിന്നെ അസാധാരണമായിട്ടുള്ള അത്രയും വലിയ എന്തെങ്കിലും വിഷയം സംഭവിക്കണം. എനിവേ, എഡിറ്റോറിയൽ പേജിൽ, എഡിറ്റോറിയൽ വിഭാഗത്തിൽ പത്രത്തിന് അന്നത്തെ ദിവസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അന്ന് സമൂഹത്തിന് നൽകാനുള്ള കാഴ്ചപ്പാട് എന്താണ്, പത്രത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ, ആ ഒരു വിഷയത്തിൽ നിലപാട് എന്താണെന്ന് തെളിയിക്കാനും അറിയിക്കാനുമുള്ള സാഹചര്യമാണ്, അല്ലെങ്കിൽ സാധ്യതയാണ് എഡിറ്റോറിയൽ പേജിലൂടെ അവർ നടപ്പിലാക്കുന്നത്. An editorial is an article or write-up intended to voice the opinion or perspective of the writer. An editorial can be about any subject, but most often it is related to a current issue that is of importance to the society. അവർക്ക് ഏത് വിഷയവും എടുക്കാം, പക്ഷേ ആ എടുക്കുന്ന വിഷയത്തിൽ പത്രത്തിനുള്ള കാഴ്ചപ്പാട്, പത്രത്തിന് ജനങ്ങളോട് പറയാനുള്ളത് അതൊന്നും അല്ലെങ്കിൽ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പൊതുവെ ജനങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു നിലപാട്, അല്ലെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇത്തരത്തിലുള്ളൊരു വ്യൂ ജനങ്ങൾക്ക് കൊടുക്കാനായിരിക്കും എപ്പോഴും പത്രങ്ങൾ എഡിറ്റോറിയലിലൂടെ ശ്രമിക്കുക. അതിന് ഒരു പരിധിവരെ അവർക്ക് കഴിയുകയും വേണം. ഒപ്പം ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഇപ്പോൾ കൊറോണയാണെങ്കിൽ കൊറോണയെക്കുറിച്ച് എഴുതാം, എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ എഴുതാം. അതിനുശേഷം ഇന്ത്യയിൽ കൊറോണയുടെ ഒരു വ്യാപനം എങ്ങനെയായിരുന്നു, ലോകത്തിൽ അത് എത്രത്തോളം ഇഫക്റ്റ് ചെയ്തു, അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ കേരളത്തിൽ തുടക്കത്തിലെ വ്യാപനം എങ്ങനെയായിരുന്നു, പിന്നീട് വ്യാപന തോത് കൂടിയത്, ഇപ്പോഴത്തെ അവസ്ഥ, പിടിച്ചു നിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ,
കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും കേരളത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന സർക്കാരുകളുടെ ഇടപെടലുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്കതിലെഴുതാം. അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ, നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഇതിനെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ മറികടക്കാൻ, ഈ രോഗത്തിൻ്റെ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങളിൽ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് എഡിറ്റോറിയലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനത്തെ പല വിഷയങ്ങളെടുക്കും, ആനുകാലിക പ്രസക്തിയുള്ള ഏത് വിഷയവും എടുക്കും. ഇറ്റ് ക്യാൻ ബി ആൻ ഒപ്പീനിയൻ ഫ്രം എനി പോയിന്റ് ഓഫ് വ്യൂ ബട്ട് ഹാസ് ടു ബി ബാക്ക്ഡ് ബൈ സഫീഷ്യൻറ്റ് ഫാക്ട്. ഏതൊരു വിഷയത്തെക്കുറിച്ചും പത്രത്തിന് ഏത് രീതിയിലുള്ള നിലപാട് കൊടുക്കാം. അത് ശരിയാണ്, അല്ലെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്. ഏത് നിലപാടെടുത്താലും എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ പത്രത്തിന് നിലപാട് വ്യക്തമാക്കാനുള്ള സാഹചര്യമാണ്. അപ്പം നാച്ചുറലി എന്ത് സംഭവിക്കും? അവരാരെയാണോ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിപ്പോൾ ഒരു പാർട്ടിയാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, ഒരു കൂട്ടം വ്യക്തികളാവാം, ആരെയാണോ അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ആളുകളുടെ നന്മയെ മുൻനിർത്തി, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ വളച്ചൊടിച്ചവർക്ക് കൈകാര്യം ചെയ്യും. നല്ലത് എന്ന് പറയാം, മോശമെന്ന് പറയാം. ഏത് പറഞ്ഞാലും നമ്മളുടെ കയ്യിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ, സാധൂകരിക്കുക എന്ന് വെച്ചാൽ അത് ശരിയെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഫാക്റ്റുകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ടുണ്ടാവണം. ഫാക്ട്സിൻ്റെ അകമ്പടിയില്ലാതെ നമുക്കിതിലൊന്നും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമ്മൾ സത്യസന്ധമല്ലാത്തൊരു റിപ്പോർട്ടിംഗാണ് നടത്തിയതെന്ന് ആളുകൾക്ക് മനസ്സിലാവും. എഡിറ്റോറിയൽ ട്രൈ ടു പെർസ്യൂഡ് ദ റീഡർ ടു തിങ്ക് ആൻഡ് ആക്ട് ഇൻ പർട്ടിക്കുലർ വേ. ഒരു പ്രത്യേക രീതിയിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന രീതിയിലായിരിക്കണം എഡിറ്റോറിയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ജനങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ചിന്തിക്കാനും ഇത് നമ്മളുടെ കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അവരെ സജ്ജരാക്കുന്നതായിരിക്കണം നമ്മളുടെ എഡിറ്റോറിയൽ. എഴുതുന്ന രീതി അങ്ങനെയായിരിക്കണം. Editorials are meant to influence public opinion and to encourage critical thinking. Mostly editorials are written by the senior editorial staff, but they are unsigned. എപ്പോഴും എഡിറ്റോറിയൽ എഴുതുന്നത് ചിലപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഏതെങ്കിലും സീനിയർ സ്റ്റാഫായിരിക്കും. പക്ഷേ എഡിറ്റോറിയൽ എപ്പോഴും അറിയപ്പെടുക, അല്ലെങ്കിൽ പത്രത്തിലൂടെ പുറത്തു വരുമ്പോൾ എഡിറ്റോറിയൽ എഡിറ്ററുടെ, ചീഫ് എഡിറ്ററുടെ കോൺട്രിബ്യൂഷൻ എന്നാണ് അറിയപ്പെടുക. ചിലപ്പോൾ എഴുതിയത് വേറെ ആളായിരിക്കും, പക്ഷെ അയാൾക്ക് അറിയപ്പെടാനുള്ള യോഗമില്ല. കാരണം ചീഫ് എഡിറ്ററുടെ പേരിലാണ് പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വരേണ്ടത്. കാരണം അദ്ദേഹമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ഓൺ ദി ബേസിസ് ഓഫ് പബ്ലിഷിംഗ്. എന്ത് പബ്ലിഷ് ചെയ്താലും അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ചീഫ് എഡിറ്ററാണ്. ഇപ്പോൾ പത്രം ഒരു വാർത്ത കൊടുത്തു, വാർത്തയല്ല, ഒരു വാചകം എഴുതി. ഇപ്പം എന്താ പറയാം, സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അച്ഛൻ്റെ പേര് രമേശ് ടെണ്ടുൽക്കർ എന്നാണ്. സച്ചിൻ്റെ കുറിച്ചുള്ള ഒരു ഫീച്ചർ, ഒരു ആർട്ടിക്കിൾ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഒരു റിപ്പോർട്ടർ എഴുതുകയാണ്, സച്ചിൻ റെക്കോർഡിക്കലി നൽകിയിട്ടുള്ള പേര് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ്, അച്ഛൻ രമേശ് ടെണ്ടുൽക്കർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും യഥാർത്ഥത്തിൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ മകനല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേറെ ആളാണെന്ന് പത്രം കൊടുത്താൽ ഉറപ്പായിട്ടും സച്ചിൻ അതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അവിടെ
പത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റണം? ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഇതാണ് അതിനുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ആ ഫാക്റ്റിനെ സാധൂകരിക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് സമർപ്പിക്കാനായിട്ട് പറ്റണം. പറ്റിയില്ലെങ്കിൽ സച്ചിൻ എന്താണോ കോമ്പൻസേഷനായിട്ട് നഷ്ടപരിഹാരമായിട്ട് മാനനഷ്ടത്തിന് ചോദിക്കുന്നത് അത് അവർക്ക് കൊടുക്കേണ്ടി വരും. സം ന്യൂസ് പേപ്പർ റൺ ഡ്യൂലിംഗ് എഡിറ്റോറിയൽ ഡ്യൂറിംഗ് എലക്ഷൻസ് വിത്ത് ഈച്ച് സൈഡ് ടേക്കിംഗ് അപ്പ് ഫോർ എ പർട്ടിക്കുലർ സൈഡ്. എലക്ഷൻ സമയത്തൊക്കെ ഈ എഡിറ്റോറിയൽ പേജ് നോക്കിയാൽ കാണാം, മാക്സിമം പാർട്ടികൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എല്ലാ എലക്ഷൻ ക്യാമ്പയിനുകൾക്ക് വേണ്ടിയിട്ടും മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എങ്ങനെ ഒരു എഡിറ്റോറിയൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും? ആദ്യം വേണ്ടത് ചൂസ് എ ടോപ്പിക്. ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണമല്ലോ ഇത് എഴുതാനായിട്ട്. ചൂസിങ് ദ ടോപ്പിക് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എഡിറ്റോറിയൽ റൈറ്റിംഗ്. യു ഷുഡ് ഐഡിയലി ചൂസ് ടോപ്പിക് പെർട്ടൈനിങ് ടു സം കറൻറ്റ് ഇഷ്യൂസ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രസൻറ്റ് ഡേയിൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയത്തെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് ആൻ എഡിറ്റോറിയൽ ടൈറ്റിൽ ഓൺ റിസഷൻ ഇൻ 1980s would be much less when compared to those interested in impact of recession on world economy. അവർ പറയാണ്, ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാണ്, റിസഷൻ ഇൻ ദി 1980s 1980 റിസഷൻ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എഴുതുന്ന എഡിറ്റോറിയൽ ആണെങ്കിൽ അതിന് ലഭിക്കുന്ന ആളുകളേക്കാൾ കുറവായിരിക്കും എന്തിനു ലഭിക്കുന്നത്? ഇമ്പാക്റ്റ് ഓഫ് റിസഷൻ ഓൺ വേൾഡ് ഇക്കോണമി. റിസഷൻ കൊണ്ട് വേൾഡ് ഇക്കോണമിക്ക് ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളൊരു വിഷയമാണ് നിങ്ങൾ എഡിറ്റോറിയലായിട്ട് എഴുതാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് ആൾക്കാർ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് അവർ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ്. യു ക്യാൻ യൂസ് ഇൻഫർമേഷൻ അബൌട്ട് റിസഷൻ ഓഫ് ദി 80s ആസ് citation in your editorial to stress the impact of recession on today's economy. നിങ്ങൾ ഇമ്പാക്റ്റ് ഓഫ് റിസഷൻ ഓൺ വേൾഡ് ഇക്കോണമി എന്നൊരു വൈഡ് ടോപ്പിക് എടുക്കാതെ അന്നത്തെ റിസഷൻ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നാണ് പറയേണ്ടത്. അല്ലാതെ വളരെ വേഗമായിട്ടൊരു സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല, വല്ലാണ്ട് ഡീറ്റെയിൽ ചെയ്ത് പോയിട്ടും കാര്യമില്ല. നമ്മൾ അപ് ടു ദ പോയിന്റിലേക്ക് ചുരുങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ചൂസ് എ സ്റ്റാൻസ്. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂസ് ആർട്ടിക്കിൾ ആൻഡ് ആൻ എഡിറ്റോറിയൽ ഈസ് ദി സ്റ്റാൻസ് ഓഫ് ദ റൈറ്റർ. ഇൻ എ ന്യൂസ് ആർട്ടിക്കിൾ ആസ് എ റൈറ്റർ യു ആർ എക്സ്പെക്റ്റഡ് ടു കവർ ദി ഫാക്ട് ആൻഡ് ബി ന്യൂട്രൽ ഇൻ യുവർ റൈറ്റിംഗ്. സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. എഡിറ്റോറിയലിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അത് വിമർശനമായിരിക്കാം, ചിലപ്പോൾ അത് അഭിനന്ദനമായിരിക്കാം, ചിലപ്പോഴത് ഇനിയും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അപ്പോഴും അതൊരു അഭിനന്ദനത്തിൻ്റെ തന്നെ മാതൃകയാണ്. ഇതുവരെ ചെയ്തതൊക്കെ നന്നായി, ഇനി ഇതിൻ്റെ ബാക്കി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ അത് അല്പം കൂടി നന്നാകും എന്നുള്ളൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. Whereas in an editorial you can give your own opinion. എഡിറ്റോറിയലിൽ പക്ഷേ അങ്ങനെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. പത്രത്തിന് പറയാനുള്ളതാണ് പറയുന്നത്. കോവിഡ് പ്രതിരോധം, കേരള ഗവൺമെൻറ്റിൻ്റെ നടപടികൾ, ഇങ്ങനൊരു വിഷയം എഡിറ്റോറിയലായിട്ടിട്ടാൽ മനോരമ എഴുതുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും? പ്രതിരോധ പ്രവർത്തനം ശക്തമായിരുന്നില്ല, കേരളത്തിന് പാളിച്ച പറ്റി എന്ന് ചിലപ്പോൾ എഴുതിയേക്കാം. അതേസമയം ദേശാഭിമാനി ഇതേ വിഷയം തന്നെ എഴുതിയാൽ വളരെ പെർഫെക്റ്റായി കേരള സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുടെയും കൃത്യമായ ഇടപെടൽ കൊണ്ട് നമുക്ക് മരണനിരക്ക്
രോഗവ്യാപനം എന്നിവ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നൊക്കെ അവരെഴുതും. കാരണം ഇതൊക്കെ വ്യക്തമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ചായ്വിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ആ സ്റ്റാൻസ്, അവരേതിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതിൽ വ്യത്യാസം വരും. ആഫ്റ്റർ ചൂസിങ് എ ടോപ്പിക് you will have to take a stance. Decide whether you are against it or for it. You have to back your opinion with some strong fact. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്കറിയാലോ, ഒരു ഡിബേറ്റ് വരുമ്പോൾ 4 ആയിട്ടുള്ള ഗ്രൂപ്പും ഉണ്ടാവും, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പും ഉണ്ടാവും. പക്ഷെ 4 ആയാലും എഗെയിൻസ്റ്റ് ആയാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? നിങ്ങൾ 4-ന് വേണ്ടി വാദിച്ചാലും എഗെയിൻസ്റ്റിനായിട്ട് വാദിച്ചാലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫാക്റ്റ് വേണം. ഇതാണ്, ഇതുകൊണ്ടാണ് ഇത് തെറ്റ് എന്ന് പറയുന്നത്, ഇതുകൊണ്ടാണ് ഇത് ശരി എന്ന് പറയുന്നത് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. വെയ്ഗ് ഒപ്പീനിയൻ ഹാവ് നോ പ്ലേസ് ഇൻ ആൻ എഡിറ്റോറിയൽ. വളരെ വേഗമായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് അല്ലാതെ അത് ഞാൻ വളരെ കൊളോക്കിയലായിട്ട് പറഞ്ഞു, അങ്ങനത്തെ വർത്തമാനത്തിനൊന്നും ഇവിടെ എഡിറ്റോറിയലിൽ സ്ഥാനമില്ല. പെർഫെക്റ്റ് ആയിരിക്കണം, ടു ദ ടോപ്പിക് ആയിരിക്കണം. ഇൻ ദി ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് യു ഷുഡ് പുട്ട് ഫോർ യുവർ സ്റ്റാൻഡ്സ് ഓൺ ദി ടോപ്പിക്. യു ഷുഡ് ഓൾസോ റിഫ്യൂട്ട് ദി ക്ലെയിംസ് യു ഒപ്പോസ്. യു ക്യാൻ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഓർ ഗീവ് എക്സാമ്പിൾ ഫ്രം ഹിസ്റ്ററി ടു പ്രൂവ് യുവർ പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഗ്രാഫുകളുടെയോ അല്ലെങ്കിൽ ചാർട്ടുകളുടെയൊക്കെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഡാറ്റ ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ആ രീതിയിലുള്ളൊരു ഉദാഹരണം പറയാം. ഇന്ത്യൻ കാർ വിപണി തകർച്ചയിലോ എന്നൊരു എഡിറ്റോറിയൽ എഴുതാമെന്ന് വിചാരിച്ചു. അവിടെ മനോരമ എഴുതിയാലും ഏത് പത്രം എഴുതിയാലും അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കയ്യിലുണ്ടാവും. 2020 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ കാർ വിൽപ്പനയുടെ കണക്ക്, മാരുതി, ഹുണ്ടായി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഫോർഡ്, ഫോക്സ് വാഗൻ, ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികളെ ലിസ്റ്റ് ചെയ്യാണ്. ഈ കമ്പനികളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ 2020 ജനുവരി മുതൽ മാർച്ച് വരെ എന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പോഴുണ്ടായിരുന്ന സെയിലും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള സെയിലും കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം തളർച്ചയിലേക്കാണോ ഉയർച്ചയിലേക്കാണോ. ഇനി ആ ഡാറ്റയിൽ അല്പം തിരിമറി നടത്തിയാൽ നമുക്ക് വേണമെങ്കിൽ ഉയർച്ച എന്ന് എഴുതാം, നമുക്ക് വേണമെങ്കിൽ താഴ്ച എന്ന് എഴുതാം. താഴ്ച എന്ന് എഴുതിയാൽ ആ താഴ്ച നമ്മൾ ആ കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ വരുത്തേണ്ടതായിട്ട് വരും. പക്ഷേ പിന്നീടൊരു ചോദ്യം ചെയ്യലുണ്ടായാൽ, പിന്നീട് ഏതെങ്കിലും ഒരു കമ്പനി ഞങ്ങളുടെ സെയിലിനെ കുറച്ച് കാണിച്ചു, തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പത്രം തയ്യാറായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. When presenting arguments, make sure that you keep your strongest argument towards the end. The conclusion of your editorial should provide a brief summary of your opinion expressed in the article and at the same time either offer solutions or trigger the reader's thought process. നിങ്ങളൊരു എഡിറ്റോറിയൽ കൈകാര്യം ചെയ്ത് എഴുതി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റാൻസും എടുക്കാം, ആരെയും വേണമെങ്കിൽ അനുകൂലിക്കാം, പ്രതികൂലിക്കാം, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഏത് ആർഗ്യുമെൻ്റാണോ ആദ്യം എടുത്തിട്ടത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും അവസാനം വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റണം. പകുതിക്ക് വെച്ച് അയ്യോ അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, ചിലപ്പോഴൊക്കെ സാഹചര്യം മാറി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങളൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ആർഗ്യുമെൻറ്റിൽ പിടിച്ചു നിന്നിട്ടാണ് എഡിറ്റോറിയൽ എഴുതി തുടങ്ങിയതെങ്കിൽ ഫ്രം ദിസ് ബിഗിനിങ് ടു ദി എൻഡ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കണം, മാറാനായിട്ട് പാടില്ല. മറ്റൊന്ന്, പല വിഷയങ്ങളിലും നമ്മൾ പറ്റുകയാണെങ്കിൽ എഴുതി അവസാനിപ്പിക്കുമ്പോൾ എന്തു ചെയ്യണം? ചില പരിഹാര മാർഗങ്ങൾ,
എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇൻസിഡൻറ്റിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്ത്, പരിഹാര മാർഗങ്ങൾ എന്തുകൂടി നിർദ്ദേശിക്കാൻ നമുക്ക് പറ്റിയാൽ അപ്പോഴാണ് ഒരു എഡിറ്റോറിയൽ പൂർണ്ണമാവുന്നത്. The length of your editorial will depend on the topic you choose and what you have to say about it. There is no stipulated limit on the length of the editorial, and generally well-written editorial are ones with ample fact to support the writer's view. Length is by no means the determinant of a good editorial. Some of the best editorial are concise yet successful in the making a strong point. ലെങ്ത് എന്ന് പറയുന്നത് എഡിറ്റോറിയലിനെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഇത്ര വരെ എഴുതാൻ പാടുള്ളൂ, 3 പാരഗ്രാഫായിട്ട് എഴുതണം, 5 പാരഗ്രാഫിനുള്ളിൽ ഒതുങ്ങണം, 1500 വേർഡ്സിൽ നിൽക്കണം, ഒരു നിബന്ധനയുമില്ല. എഡിറ്റർക്ക് പത്രത്തിന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തിട്ടേ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുകയുള്ളൂ. ഇപ്പം ചിലത് വല്ലാതെ ലെങ്തി ആയി പോവും. എന്തുകൊണ്ടാ? ആ വിഷയം അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ടായിരിക്കും. അപ്പം ആ പ്രാധാന്യവുമായിട്ട് മുന്നോട്ട് പോട്ടെ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഒപ്പറ്റ് പീസസ്. ആൻ ഒപ്പറ്റ് അബ്രിവിയേറ്റഡ് ഫ്രം ഓപ്പോസിറ്റ് ദി എഡിറ്റോറിയൽ പേജ് is a newspaper article that expresses the opinion of a writer who is usually unaffiliated with newspaper's editorial board. ന്യൂസ്പേപ്പറിൻ്റെ എഡിറ്റോറിയൽ ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പൊതുസമൂഹത്തിലൊരു വ്യക്തി, ചിലപ്പോൾ അയാളൊരു ഇക്കണോമിസ്റ്റ് ആവാം, ചിലപ്പോൾ ഒരു സോഷ്യോളജിസ്റ്റ് ആവാം, ചിലപ്പോൾ അയാളൊരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരിക്കാം, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരിക്കാം. പക്ഷേ അയാൾ ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ്. എന്തിനു വേണ്ടി? അയാൾക്ക് ജനങ്ങളോട് പത്രത്തിലൂടെ പറയാനായിട്ടുള്ളൊരു അവസരം അയാൾ നേടിയെടുക്കുകയാണ്. അത്തരത്തിൽ വരുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമല്ലാത്ത മറ്റൊരു വ്യക്തി എഴുതിയ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതെപ്പോഴും എഡിറ്റോറിയൽ പേജിൻ്റെ ഓപ്പോസിറ്റ് പേജിലാണ് കൊടുക്കുക. അതിനെയാണ് ഒപ്പറ്റ് പീസ് എന്ന് ചുരുക്കി വിളിക്കുന്നത്. ഒപ്പറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് ദ എഡിറ്റോറിയൽ. ക്ലിയർ അല്ല? നമ്മൾ മുൻപ് പഠിച്ചിട്ടില്ല കേട്ടോ, ഇല്ല എന്നൊന്നും പറയല്ല മക്കളെ. ദീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം എഡിറ്റോറിയൽസ് which are usually unsigned and written by editorial board members. These articles run from 850 to 1000 words. Newspaper allots space for free for co-opted article and letters to the editor as part of their commitment to the public. ചില സമയങ്ങളിൽ ഇത്തരം ആർട്ടിക്കിളുകൾ, പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആർട്ടിക്കിളുകൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് കൊടുക്കും. എന്തുകൊണ്ടാണെന്നറിയും? ജനങ്ങളോട് ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ജനങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഞങ്ങൾ പത്രം കേൾക്കാൻ തയ്യാറാണ്, അത് ഞങ്ങൾ പത്രത്തിലൂടെ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പൊതുസമൂഹത്തെ പത്രത്തിനോടൊപ്പം നിർത്താനുമുള്ള പത്രങ്ങളുടെ ഒരു ടാക്ടിക്സ് ആണ്. പക്ഷേ ഈ എഴുതിയിരിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും ആ വ്യക്തിയുടെ മാത്രം. ഇപ്പം ഞാനാണ് ഒപ്പറ്റ് പീസിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ ഞാൻ എൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വരിയുടെയും ഉത്തരവാദി ഞാനാണ്. ഏതെങ്കിലും തരത്തിൽ അതിലെന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ആളും ഞാൻ തന്നെയാണ്. പത്രത്തിന് അതിൽ യാതൊരു നിലപാടും ഉണ്ടായിരിക്കില്ല. കാരണം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡോ എഡിറ്റോറിയൽ മെമ്പേഴ്സോ അല്ല അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ലെറ്റർ ടു എഡിറ്റർ, ബുക്ക് റിവ്യൂ എന്താണെന്നും എങ്ങനെ ഒരു ബുക്ക് റിവ്യൂ നന്നായിട്ട് ചെയ്യണമെന്നും ഫിലിം റിവ്യൂ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാണ് ന്യൂസ് പേപ്പറിൻ്റെ ഭാഗമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഏതൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലെറ്റർ ടു എഡിറ്ററും കൂടി ഈ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്താം. It is through
writing letters to the editor that the readers express their opinion. Letters for publication should be brief, must refer to an article that has appeared within the last 7 days, and must include writer's address and phone number. ഒരു ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്ന ഒരു കോളം പത്രങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നതും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്, സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ഒപ്പം തന്നെ എഴുതുന്ന വ്യക്തി നിർബന്ധമായിട്ടും അത് വളരെ ബ്രീഫായിട്ട് എഴുതണം. എൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമാണ്, പത്രാധിപരുടെ വീട്ടിലും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പത്രത്തിലെ മറ്റു സ്റ്റാഫുകളുടെ കുടുംബാംഗങ്ങളും പ്രവർത്തകരും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലെറ്റർ എഴുതുമ്പോൾ ആമുഖമായിട്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾക്കവിടെ സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും കുറേ നാളുകളായി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. നമ്മൾ കാര്യം എന്താണെന്ന് കറക്റ്റായിട്ട് പറയാം. കഴിഞ്ഞ ഒരു 7 ദിവസത്തിനിടയിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ പബ്ലിഷ് ചെയ്ത ഏതെങ്കിലും ഒരു മാറ്ററിനെ കുറിച്ചോ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാനുള്ള വേദിയാണ്. അത് കൃത്യമായിട്ട് ടു ദ പോയിൻ്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ദ ലെറ്റർ പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ആർ റെപ്രസെൻറ്റേറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് യൂഷ്വലി റിഫ്ലക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് എ നമ്പർ ഓഫ് റീഡേഴ്സ്. പലപ്പോഴും ഇത്തരം പത്രത്തിലേക്ക് ലഭിക്കുന്ന കത്തുകൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കാരണം, ഒരു പക്ഷേ ഒരാളുടെ ലെറ്റർ പ്രസിദ്ധീകരിച്ചാൽ അതിനർത്ഥം ഒരുപാട് ജനങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഒരാൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. കാരണം പിന്നെയും അതേ അഭിപ്രായങ്ങളുള്ള കത്തുകൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എഡിറ്റോറിയൽ ചർച്ച ചെയ്തു. ഒരു എഡിറ്റോറിയൽ എന്തുകൊണ്ട് എഴുതുന്നു എന്നും എന്തിനാണ് എഴുതുന്നതെന്നും നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതിൽ വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചർച്ച ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്തത് ടോപ്പിക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സിൽ നിന്നായിരിക്കണം ടോപ്പിക്ക് ജനങ്ങൾക്ക് വായിക്കാനും അവർക്ക് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ കിട്ടണം എന്ന് ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കണം നമ്മൾ എഡിറ്റോറിയൽ എഴുതുന്നത്. അല്ലെങ്കിൽ അത് വായിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ 2 ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദെൻ എഡിറ്റോറിയൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വി ഷുഡ് ടേക്ക് എ സ്റ്റാൻഡ്. എവിടെ നിൽക്കണം? ഒപ്പം നിൽക്കണോ എതിർത്ത് നിൽക്കണോ? ഇതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ പത്രത്തിന് എന്തും തീരുമാനിക്കാം, എഡിറ്റർക്ക് എന്തു വേണമെങ്കിലും തീരുമാനിച്ചെഴുതാം. പക്ഷേ എഴുതുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇത് സത്യമാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ വന്നാൽ അതിനുവേണ്ടി ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്സ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. റോഡ് അപകടങ്ങളിൽ മരണനിരക്ക് കൂടുന്നു എന്ന് മനോരമ എഡിറ്റോറിയൽ എഴുതിയാൽ നിർബന്ധമായിട്ടും എഴുതണം. 2005 മുതൽ 6 വരെയുള്ള 12 മാസ കാലയളവിൽ 32,263 പേരാണ് റോഡ് അപകടങ്ങൾ മൂലം മരിച്ചത്. എന്നാൽ 2007-8 കാലഘട്ടത്തിൽ അത് ഇത്രയായിട്ട് ഉയർന്നു. അപ്പോൾ ഓരോ വർഷവും ക്രമാതീതമായിട്ടുള്ളൊരു ഉയർച്ച കാണുന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവരുടെ ഫാക്ട്സ് ഉണ്ടായിരിക്കും. ദെൻ ഒപ്പഡ് പീസാണ്. എഡിറ്റോറിയൽ ബോർഡിൽപ്പെട്ട ആളുകളല്ല എഴുതുന്നത്, പബ്ലിക്കിൽ നിന്നുള്ള ആളുകളാണ്. അത് കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതിൻ്റെ കാരണം ജനങ്ങളോടുള്ള പബ്ലിക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ വേണമെങ്കിലും എഴുതാം. 850 മുതൽ 1000 വേർഡ്സിനകത്താണ് സാധാരണ ഒപ്പഡ് പീസുകൾക്ക് അനുവദിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് നിലപാട് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കണം. ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്നത് റീഡർക്ക് പത്രത്തിനോട് പറയാനുള്ളതും പത്രത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അത് എന്തു തന്നെ ആയാലും പബ്ലിഷ് ചെയ്യാൻ പത്രങ്ങൾ തയ്യാറാവുന്നതിൻ്റെ കാരണം ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ചില കത്തുകൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് 1-2 എണ്ണം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം. കത്തെഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രീഫ് ചെയ്യുക, മാക്സിമം ടു ദ പോയിന്റിലേക്കായിട്ട് എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.